ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിലും പരിസരത്തും ഒക്കെ ഉള്ള എലികളെ ഓടിക്കുന്നതിനുള്ള ടിപ്പുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോയിൽ എലിയെ ഓടിക്കുന്ന ഒരു ടിപ്പും പറയുന്നുണ്ട്, എലിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ടിപ്പ് പറയാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു പഴുത്ത തക്കാളിയാണ്. ഇത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ തക്കാളി നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. നമുക്ക് സെൻറ്ററിൽ കൂടെ വേണമെങ്കിൽ മുറിക്കാം, ഇങ്ങനെയും വേണമെങ്കിൽ മുറിക്കാം. ഇങ്ങനെയാണ് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കഷ്ണം തക്കാളിയുടെ മുകളിൽ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങൾ മാത്രം ചേർത്ത് കഴിഞ്ഞാൽ എലിയെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ശർക്കരയാണ്. ആണിവെല്ലം എന്നൊക്കെ ചിലടത്ത് പറയും. ഈ ശർക്കരയെ നമ്മളൊന്ന് ചീകി എടുക്കണം. പിന്നെ വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയല്ല, നല്ല എരിവുള്ള സാധാ മുളക് പൊടിച്ച പൊടിയാണ് കേട്ടോ ഇത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് അത്ര റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല കുത്തണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ചീകിയെടുക്കാം. ആദ്യം നമ്മൾ ഈ ശർക്കര ചീകിയത് തക്കാളിയുടെ മേലെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചുറ്റുഭാഗം മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ മുളക് പൊടിയാണ് എടുക്കുന്നത്. നല്ല കുത്തണ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ആരും എടുക്കരുത് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ കാശ്മീരി മുളക് പൊടി എടുക്കരുത്. ഇതുപോലെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുക്കേണ്ടത്. മുളക് പൊടിയും ഇതേപോലെ എടുത്തിട്ട് നല്ലപോലെ വെതറി കൊടുക്കണം. ചുറ്റുഭാഗം ഒന്നാകെ വെതറി കൊടുക്കണം. ഇതിൻ്റെ സൈഡായിരിക്കും ആദ്യം എലി കടിച്ച് തിന്നാൻ തുടങ്ങുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സൈഡ് ഒന്നാകെ കവർ ചെയ്യണ വിധത്തിൽ വേണം ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഒരു തക്കാളി കൊണ്ടല്ല, ഒരു മുറി തക്കാളി കൊണ്ട് നമുക്ക് എലീനെ ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഈ തക്കാളിയും ഇതുപോലെ തന്നെ ചെയ്യണം. പോരാത്തതിന് എലിശല്യം കൂടുതലുള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ 2, 3, 4 പ്രാവശ്യം ചെയ്താൽ തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും 100% റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ശർക്കരേൻ്റെ മധുരവും തക്കാളീൻ്റെ പുളിപ്പും ഈ മുളക് പൊടിൻ്റെ കുത്തലൊക്കെ കൂടെ ആകുമ്പോൾ എലി ഇത് കഴിച്ച് കഴിഞ്ഞാൽ എലിൻ്റെ വയറിലൊരു അസിഡിറ്റി ഫോം ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഫോം ചെയ്തതിന് ശേഷം പിന്നെ എലി നമ്മുടെ പറമ്പിലേക്കോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലേക്കോ കടക്കുക തന്നെ ഇല്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്തിട്ട് സക്സസ് ആയ ഒരു കാര്യമായതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തതാണേ. ഇനി ഇത് നമ്മൾ എലി വരുന്ന ഭാഗത്തും അല്ലെങ്കിൽ എലി കയറണ ഹോളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഹോളുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എലിയുടെ മാളത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എലിശല്യം കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുകയില്ല കേട്ടോ. ഇത് കഴിച്ചാൽ മാത്രമാണ് എലിശല്യം ഉണ്ടാവാതിരിക്കുള്ളൂ. കഴിക്കും, തക്കാളി കാണുമ്പോൾ എന്തായാലും എലി ഇത് കഴിക്കുകയും ചെയ്യും കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു തവണ ചെയ്തതുകൊണ്ട് മാത്രം 100% റിസൾട്ട് കിട്ടൂല കേട്ടോ. 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് എലിയുടെ ശല്യം മാറുള്ളൂ. ഇതാ ഇപ്പോൾ കാണുന്നത് ഞാൻ എലി വരുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താണ്. വെച്ച ഭാഗമൊക്കെ എലി നന്നായി തിന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ടിപ്പ് വന്നിട്ട് എലീനെ കൊല്ലുന്നതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇത് വീട്ടിൽ ആട്ടപ്പൊടി കെട്ടി വെച്ചിട്ടായിരുന്നു കേട്ടോ. വേറൊരു കവർ വെച്ചിട്ടാണ് ഇതിൻ്റെ മേലെ വേറൊരു കവർ ഇട്ടിട്ടാണ് കെട്ടിയിരുന്നത്. പക്ഷേ ആ കവറും തുളച്ച് ആട്ടപ്പൊടിയും തുളച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ആട്ടപ്പൊടി തുളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് നല്ലപോലെ ഓട്ടയാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓട്ട വന്നത് കാണുമ്പോൾ പിന്നീട് നമുക്കിത് ഇത്ര ഉണ്ട് മാവ്, പക്ഷെ നമുക്കിത് ഉപയോഗിക്കാൻ പിന്നെ തോന്നൂല. കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എലി കടിച്ചിട്ടുണ്ടാവോ, എലി തിന്നിട്ടുണ്ടാവോ എന്നൊക്കെ ഉള്ള ഇതിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ആട്ടപ്പൊടി വെച്ച് തന്നെ എലിക്കിട്ടൊരു പണി കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഒരു എലിൻ്റെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടത്, ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് നിലക്കടല പൊടിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ഇല്ലേ, തേങ്ങാക്കൊത്ത് ചൂടാക്കി ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ടിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഗോതമ്പ് പൊടി എപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ നമുക്ക് ഈ ടിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഗോതമ്പ് പൊടി എത്ര ഇഷ്ടമായതുകൊണ്ടാണ് എൻ്റെ വീട്ടിലും ഇതേപോലെ തന്നെ എലി വന്നിട്ട് ഗോതമ്പ് പൊടീൻ്റെ പാക്കറ്റ് പൊട്ടിക്കുന്നത്. മൈദപ്പൊടീൻ്റെ പാക്കറ്റും ഒക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും പൊട്ടിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പാരസെറ്റാമോൾ ഇല്ലേ, പാരസെറ്റാമോൾ ഗുളിക പൊടിച്ചതാണ്. പാരസെറ്റാമോൾ ഗുളിക പൊടിച്ച ചേർക്കാൻ പറയുമ്പം നിങ്ങൾ ചോദിക്കും ചിലപ്പം എലിയുടെ പനി മാറാനാണോ പാരസെറ്റാമോളിൻ്റെ ഗുളിക എന്ന്. അങ്ങനെ കളിയാക്കി പറയുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലതരം ഗുളികകളും പൊടിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയപ്പം വർക്കാവാത്ത കാര്യം പാരസെറ്റാമോളിൻ്റെ ഗുളിക പൊടിച്ചിട്ട് ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് കുഴച്ച് കൊടുത്തപ്പം വർക്കായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാരസെറ്റാമോളിൻ്റെ ഗുളിക തന്നെ വേണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 4 പാരസെറ്റാമോളിൻ്റെ ഗുളിക പൊടിച്ച് ചേർക്കുന്നുണ്ട്. എക്സ്പയറി കഴിഞ്ഞ ഗുളിക ആയാലും മതി, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിക വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഗോതമ്പ് പൊടീൻ്റെ ഉള്ളിലേക്ക് പാരസെറ്റാമോൾ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പേസ്റ്റാണ്. വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വൈറ്റ് ടൂത്ത് പേസ്റ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് എടുക്കാം.
ഇതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള അളവിൽ വേണം ടൂത്ത് പേസ്റ്റ് എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്കൊരു ഏകദേശം നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് ഞാൻ ഇപ്പോൾ രണ്ട് സ്പൂണോളം മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൂത്ത് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കണ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റും പൊടിയും മാവും കൂടെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ എലിയുടെ ശല്യം ഒന്ന് മാറി കിട്ടണമെന്നേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എലിയെ കൊല്ലണം എന്നൊരു നിർബന്ധം ഉണ്ടാവാത്ത ആൾക്കാർ തന്നെയാണ് അധികവും. പക്ഷേ എലീനെ കൊല്ലണം എന്നുള്ള ടിപ്പ് ഞാനിവിടെ പറയാൻ വേണ്ടിയുള്ള കാരണം, നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ചെറിയ ചെറിയ പച്ചക്കറിത്തോട്ടവും അടുക്കളത്തോട്ടവും ചെടിത്തോട്ടവും ഒക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പം ചെടിയുടെ പൂവും കായും ഒന്നും കാണാനും ഉണ്ടാവില്ല. വേരടക്കം ചിലപ്പം പിഴുതെടുത്തിട്ടുണ്ടാവും എലി. അപ്പോൾ എലി വന്നിട്ട് ഇങ്ങനെ കരണ്ട് തിന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എലിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി ഇങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ ഈ ടിപ്പ് ചെയ്യാൻ വേണ്ടി കാരണം നിങ്ങൾക്ക് നേരത്തെ കാണിച്ചല്ലോ, എൻ്റെ ഗോതമ്പ് പൊടി മാത്രം തേടി വരുന്ന എലികളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ എലിശല്യം മാറാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ടിച്ച സമയത്താണ് ഞാൻ ഈ ടിപ്പ് പരീക്ഷിച്ച് നോക്കിയത്. ഗോതമ്പ് പൊടി തന്നെ ഈ ട്രിക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എനിക്കൊരു റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഞാനൊരു 3 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി. പിന്നെ എലിശല്യം ഉണ്ടായിട്ട് തന്നെയില്ല. കാരണം ഇത് തിന്നു കഴിഞ്ഞാൽ അത് എലിനെ പൂർണ്ണമായിട്ടും കൊല്ലാനുള്ള ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ. അത് പാരസെറ്റാമോളിൻ്റെ ഗുളിക കൊണ്ട് മാത്രമാണ് എലി ചാവുന്നത് കേട്ടോ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ് എലി ചാവുക, പാരസെറ്റാമോളിൻ്റെ ഗുളിക കൊണ്ട് എലിൻ്റെ പനി മാറാനാന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, എലി ചാവൂട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. പിന്നെ ഈ ടിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ മാത്രം ചെടിത്തോട്ടത്തിലും പച്ചക്കറിത്തോട്ടത്തിലൊക്കെ ആയാലും മാവ് വെച്ച് കൊടുക്കുക. രാവിലെ വന്ന് നോക്കുമ്പോൾ ആട്ടമാവ് അതേപോലെ തന്നെ എലിയൊന്നും തൊടാതെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത് മാറ്റുക. എന്നിട്ട് പിന്നെ വൈകുന്നേരം തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പകൽ സമയങ്ങളിൽ കോഴിയും പൂച്ചയൊക്കെ ഇത് തിന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനേ. ഇനി ഇത് നമ്മൾ എലിശല്യം അധികമായിട്ടുള്ള സ്ഥലത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ചക്കറി തോട്ടത്തിലും അടുക്കളത്തോട്ടത്തിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇന്നത്തെ ടിപ്പുകൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് തൊട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാലും മാത്രം മതി കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.